അന്ന് ചെറിയ കുട്ടികളായിട്ട് ഒരു ബാച്ചിൽ വന്ന് കളിച്ച് പാട്ടിലൊക്കെ കളിച്ച് നമ്മൾ കണ്ട ആ ഓർമ്മ, ആ മുഖം പോലും നമുക്ക് ഓർക്കുന്നില്ല. ഇപ്പൊ എങ്ങനെ നോക്കിയാലും മുഖത്തിലേക്ക് എത്താൻ പറ്റില്ല. ശിവ സാർ അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ കാണുന്നത് തന്നെ അല്ലേ? ഇപ്പോഴാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ച അവരൊക്കെ കണ്ടു. ഇവന്റിന് വന്നപ്പോഴാണ് കാണുന്നത്. അതിന് മുമ്പൊന്നും കണ്ടിട്ടില്ല. എവിടാന്ന് പോലും അറിയത്തില്ല. ഇവർക്കൊരു ഭാഗ്യമായിരിക്കും കിട്ടിയിരിക്കും ഈ ഒത്തുകൂടൽ അല്ലേ? പഴയ സ്കൂളിലിരുന്ന് പഠിച്ചിട്ട് പോയിട്ട് ഇപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മുൻകൈ എടുത്ത സിബി സാറിനും സിയാക്കാക്കും ബിഗ് സെൽവട്ടോ. സിയാക്ക, താങ്ക് യു. സിയാക്ക, സിബി സാറിനായിട്ടുള്ള ബന്ധം ഭയങ്കരമാണ്. നിങ്ങളുടെ സിനിമകളാണ് ഒന്നിനു പുറകെ ഒന്നായി വരുന്നത്. അതിൻ്റെ ഒരു രഹസ്യം എന്താണെന്ന് പരസ്യമാക്കാൻ പറ്റും? അതിനകത്ത് രഹസ്യമില്ല. അതായത് ഞങ്ങൾ തമ്മിൽ 1988 സിനിമ ചെയ്യാനുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അന്ന് അത് നടന്നില്ല. 10 വർഷത്തിന് ശേഷം ഈ സിനിമ അദ്ദേഹത്തിലേക്ക് എത്തി. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തുടങ്ങിയ പ്രോജക്റ്റുമല്ല, പക്ഷേ ഇത് വന്നു ചേർന്നതാണ്. അതിനുശേഷം ഞങ്ങൾ തമ്മിലുണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ഞാൻ ആഗ്രഹിക്കുന്നത് പോലത്തെ ഒരു പ്രൊഡ്യൂസറായി അദ്ദേഹം. എനിക്ക് ഏറ്റവും എന്താണ് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. സംബന്ധിച്ച് ഞാനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു വൈസ് വേഴ്സ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്നതുകൊണ്ടാണ് പിന്നെ തുടർച്ചയായിട്ട് സിനിമകൾ വന്നത്.